പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, ഇന്നത്തെ മക്കളുടെ യാത്ര അവരുടെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ സാന്നിധ്യവും സഹവാസവും സംരക്ഷണം ഉണ്ടാവട്ടെ. ഈശോയെ, രോഗികളെ സന്ദർശിക്കാൻ പോകുന്നവരുണ്ട്, പത്രം കൊടുക്കാൻ പോകുന്നവരുണ്ട്, മഴയത്ത് പോകുന്നവരുണ്ട്, വിശന്ന് പോകുന്നവരുണ്ട്. എല്ലാവരും നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈശോയെ, ജലജന്യ രോഗങ്ങളാൽ പീഡിപ്പിക്കപ്പെടുന്നവരുണ്ട്. ഈശോയെ, അങ്ങനെ പീഡിപ്പിച്ചിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്. ഈശോയെ, കർത്താവിന് വേണ്ടി ജോലി ചെയ്യുന്നവരുണ്ട്. കർത്താവേ, ഭൂമിയിലെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കർത്താവേ, നീ എന്നും ആശങ്കപ്പെട്ടിരുന്ന ഒറ്റ ഒരു കാര്യം, മനുഷ്യപുത്രം വരുമ്പോൾ ഭൂമി വിശ്വാസം ഉണ്ടായിരിക്കുമെന്നാണ്. ഇപ്പോൾ നീ പറയുന്നു, പ്രാർത്ഥിക്കുമ്പോൾ ഭൂമിയെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവെ, എല്ലാ രാജ്യങ്ങളിലും ഉള്ളവരെ വിശ്വാസത്തേക്ക് വരാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. ഈശോയെ, വിശ്വാസം സ്വീകരിക്കാത്ത രാജ്യങ്ങളെ
ഈശോ സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിൽ 33 ഭാഷകളിലുള്ള പത്രങ്ങളുമായി ചുവന്നു നടന്ന് കർത്താവിന് വേല ചെയ്യുന്നവർ, അവരുടെ അനുഭവം പറയുന്നവരെ, ആ അനുഭവം പറഞ്ഞ് വിശ്വാസം കൈമാറുന്നവരെ ആശ്വസിപ്പിക്കണമേ, ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കും. കർത്താവെ, ഉടമ്പടി ചെയ്തിരിക്കുന്നവരെ പുതുക്കിയിട്ടും പുറത്തുക്കിയിട്ടും അവരുടെ ചില കാര്യങ്ങൾക്ക് നീക്കപ്പൊക്കില്ലാത്തവരെ ഇന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എക്സ്പോർട്ടുകാരെ അനുഗ്രഹിക്കുന്ന കർത്താവെ, വസ്തുവകൾ സാധനങ്ങൾ കയറ്റി അയക്കുന്നവരെ അനുഗ്രഹിക്കുന്ന കർത്താവെ, ഈ യുദ്ധം മൂലം കെടുതി മൂലം കർത്താവെ തകർന്ന ബിസിനസ്സിന് തകർന്ന മുകളിലുള്ളവർ തൊട്ട് താഴെയുള്ളവർ വരെ കർത്താവെ സാമ്പത്തികമായി വിഷമിക്കുന്നുണ്ട്. പൈസ എല്ലാം വിത്തുകളായിട്ടുണ്ട്. അതുകൊണ്ട് ഏറ്റവും അടിത്തട്ടിലുള്ളവർ കൂടുതൽ പട്ടിണിക്കാരായി മാറുന്നുണ്ട്, പരുവക്കേടായി തീരുന്നുണ്ട്. അവരെല്ലാം ആശ്വസിപ്പിക്കണമേ. എൻ്റെ കർത്താവെ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം നീ ഏറ്റെടുക്കണമേ. എൻ്റെ കർത്താവെ, പരസ്പരം അകന്ന് മാനസികമായിട്ട് തകർന്നിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരെ അങ്ങ് ആശ്വസിപ്പിക്കണമേ. മാതാപിതാക്കന്മാരും മക്കളും തമ്മിൽ മാനസികമായിട്ട് അകന്നിരിക്കുന്നവരെ, വഴിപഴിച്ച ബന്ധങ്ങൾ അകപ്പെട്ടു പോയവർ കർത്താവെ, സ്നേഹം മാത്രമാണ് വലിയ കാര്യമെന്ന് ഓർത്തുകൊണ്ട് ജീവിതം പണയം വെച്ച് കുടുങ്ങിപ്പോയ ആൾക്കാരെ കർത്താവെ അങ്ങ് ബുദ്ധിയും ബോധം വെപ്പിച്ച് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ എല്ലാ മക്കളും ഈശോനാമത്തെ ആശ്വസിക്കപ്പെടട്ടെ. ഇന്നത്തെ ദിവസം പരിശുദ്ധമ്മയുടെ പ്രത്യേകമായ നീല മേലങ്കിയ നിങ്ങൾ പൊതിയപ്പെടുകയും അമ്മയുടെ മഴവില്ലേ സാന്നിധ്യത്തിൻ്റെ അടയാളം നിങ്ങളുടെ ജീവിതത്തിൻ്റെ യാത്രയിൽ നിങ്ങളെ ചുഴന്നു നിൽക്കുകയും ചെയ്യട്ടെ. നിത്യപിതാമ്പുത്തനും പരിശുദ്ധാത്മാവിൻ സർവ്വസ്വരം നയിക്കുക. ആമേൻ. ദൈവവചനം പല സമയത്ത് പല തരത്തിൽ ആവർത്തിക്കുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം, ഒരു പുഴ, ഏറ്റവും വലിയ പുഴകളുണ്ടാണ്, ചെറിയ പുഴയുണ്ട്. ഇപ്പോൾ നമ്മൾ മണിമലയാറിനെ പോലെ ചെറിയ പുഴകളുണ്ട്, ആമസോൺ പോലുള്ള വലിയ പുഴകളുണ്ട്, അല്ലേ? അപ്പം ശാഖകൾ കുറയുന്നതനുസരിച്ചും അതുപോലെ തന്നെ ശാഖകൾ കൂടുന്നതനുസരിച്ച് വെള്ളം കൂടും, അല്ലേ? വെള്ളം കൂടുന്നതനുസരിച്ചുകൊണ്ട് കടൽ എവിടെയാണ് അവിടം വരെ ഇത് ഒഴുകും. ഇപ്പം കായലിൽ വന്നിട്ട് പിന്നെ ഒഴുകണ കണ്ടിട്ടില്ലേ? ഇപ്പം നമ്മുടെ വേമ്പനാട്ട് കായലൊക്കെ എങ്ങനെയാണ്, പമ്പാ നദിയൊക്കെ വന്ന് കായലിൽ വീണിരിക്കുകയാണ്, എന്നിട്ട് പിന്നെയും അത് ഒഴുകി പോണ കാണാം കടലിലോട്ട്, അല്ലേ? അരൂരൊക്കെ ചെല്ലുമ്പോൾ, കുമ്പളങ്ങിനൊക്കെ ചെല്ലുമ്പോൾ അത് പിന്നെയും ആ പുഴ, കായലല്ല ആ പുഴയാണ് ഒഴുകണം. ശരിക്കും പെരിയാറും അങ്ങനെ തന്നെയാണ് ശരിക്കും പറഞ്ഞത്. കായലിൽ വന്നിട്ട് പിന്നെ ഒഴുകിക്കൊണ്ടിരിക്കും. ഞാൻ കാനഡയിലൊക്കെ ചെന്നപ്പോൾ മലയിൽ നിന്ന് കായലിലേക്കും കായലിൽ നിന്ന് കടലിലേക്കും ഒക്കെ ഒഴുകുന്നുണ്ട്. എന്നുവെച്ചാൽ വെള്ളം കൂടുന്നതനുസരിച്ച് വെള്ളം അതിൻ്റെ ഒഴുക്ക് നിശ്ചയിക്കും. ഇതുപോലെ തന്നെയാണ് പല സ്ഥലങ്ങളിൽ ഒരുപോലെ പറഞ്ഞിട്ടുള്ള വചനങ്ങളുണ്ട്. ഒരേ അർത്ഥമായിരിക്കും. ലൂക്ക 6:38 നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ. അപ്പം ദൈവത്തിൻ്റെ ഒരു വെളിപാടാണത്. പിന്നെ എന്താണ്, വിതക്കുന്നത് തന്നെ കൊയ്യുമെന്ന് പറയത്തില്ലേ? അത് ശരിക്കും പറഞ്ഞാൽ അത് സെയിമല്ലേ? അത് 2 കൊരിന്ത്യർ 9:6 സത്യം ഇതാണ്, അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും, ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും. ഇതാണ് വിഷയം. അതിന് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ചെറിയ വചനവും വലിയ വചനം എന്ന് പറയുന്നത് ദൈവം അത് ആ ഐഡിയ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഐഡിയ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് വലിയ വചനമെന്ന് എൻ്റെ അർത്ഥം. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, കൂടുതൽ കൃപ ആർജിക്കാൻ വേണ്ടി റെപ്പറ്റീഷനുള്ള വചനങ്ങളെ നോക്കിയിട്ട് അത് കൂടുതൽ ദൈവസ്നേഹത്തോടുകൂടി നമ്മളത് നിറവേറ്റും. ഇപ്പം എല്ലാ വചനവും നിസ്സാര കൽപ്പനയും ഉണ്ടെന്നാണ് ഈശോ പറഞ്ഞതേ. അപ്പം നിസ്സാര വചനമുണ്ട്, സാരമായ വചനമുണ്ട്, ചെറിയ വചനമുണ്ട്, വലിയ വചനമുണ്ട്. അപ്പം അതുപോലെ നിങ്ങൾ വചനമൊക്കെ വായിക്കണം നല്ലതാണ്. ആൾക്കാർ വായിക്കും, പക്ഷേ ആൾക്കാർ വചനം വായിക്കുന്നത് പറഞ്ഞാൽ ഞാനത്ര ഹാപ്പി ആകത്തില്ല. ഇപ്പോൾ വചനം എഴുതുന്നു എന്നൊക്കെ പറയത്തില്ലേ? എൻ്റെ അടുത്തൊക്കെ ആൾക്കാർ വചനം എഴുതിയിട്ട് 2-3 ബൈബിളൊക്കെ കൊണ്ട് തന്നിട്ടുണ്ട്. ഇത് ഞാൻ എഴുതിയാണ് വെച്ചാന്ന് പറയും. അപ്പോൾ ചിലർ ഭയങ്കര സന്തോഷമാണോ ഇങ്ങനെ എഴുതിയാണെന്നൊക്കെ പറയും. ഞാനങ്ങനെ അത്രയും വലിയ പ്രാധാന്യം കൊടുക്കത്തില്ല. എന്താ വെച്ചാൽ വചനം എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അത് എഴുതാൻ ഉള്ളതല്ല. ശരിക്കും പറഞ്ഞാൽ അവൻ പറയണത് പോലെ ചെയ്യാനുള്ളതാണ്. അതാണ് സംഭവം. വചനം വായിക്കണം എന്താണ്, അതിൻ്റെ മാർഗമാണ് വചനം വായിക്കണം, ലക്ഷ്യമല്ല.
വചന ലക്ഷ്യം എന്താണ്? ഈ വായിക്കണ വചനം പോലെ ജീവിക്കണതാണ് ലക്ഷ്യം. അപ്പോൾ ഈ ജീവിതത്തോട് കറസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ വായന എടുത്തും ചില ആൾക്കാർ ഭയങ്കരമായ ഡിഗ്രി എല്ലാം എടുക്കരുത്. ഒത്തിരി 1, 2, 3, 4 എന്നൊക്കെ പറഞ്ഞ് 16 MA 25 ഡോക്ടർ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു പേജ് നിറച്ച് ഡോക്ടർ ഇട്ടുണ്ട്. അതായത് കല്യാണം കഴിക്കത്തില്ല, ഒരു പണിക്ക് പോകുകയില്ല. അങ്ങനെ ഇരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ആ കരിസ്മാരി യുഗത്തിൽ വചനം കുത്തിയിരുന്ന് കാണാതെ പഠിച്ച് ചെണ്ടകൊട്ടും പോലെ പറഞ്ഞു പിടിപ്പിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയുള്ള വർഗത്തെ കാണുന്നില്ല. എന്താ വെച്ചാൽ വെറുതെ ഇങ്ങനെ പറഞ്ഞ് വചനം പറഞ്ഞുകൊണ്ടിരിക്കും. ജീവിതവും നിലപാടും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാകത്തില്ല. അപ്പോൾ വചനം ഇങ്ങനെ പുറതെറ്റാതെ 1 by 1, 2, 3, 4, 5 എന്ന് പറഞ്ഞുകൊണ്ട് പറയണതാണ് അഭിഷേകം എന്ന് ഇവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. ഒരു കാലം അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ എന്താ പ്രശ്നം? ഞാൻ കർത്താവിൻ്റെ വചനം അത് എപ്പോഴും ആ വചനത്തിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിവർത്തിയാക്കുന്നതിനെ കുറിച്ച്. യെശയ്യാ 55:10 എടുത്തേ. മഴയും മഞ്ഞും മഴയും മഞ്ഞും ആകാശത്തു നിന്നും വരുന്നു, അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു. അത് സസ്യങ്ങൾ മുളപ്പിച്ച്. അതാണ് പ്രശ്നം. അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു. അപ്പൊ അതുപോലെയാണ് കർത്താവിന്റെ വചനം. യെശയ്യാ 55:11 എന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ ഫലരഹിതമായി അത് തിരിച്ചു വരില്ല. എന്റെ ഉദ്ദേശം അത് നിറവേറ്റും. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും. മനസ്സിലായില്ലേ? ഇതാണ് വചനത്തിന്റെ ലക്ഷ്യം. അല്ലാതെ എപ്പോഴും 3 ബൈബിൾ എഴുതുകയോ അല്ലെ 3000 വചനം കാണാൻ പഠിക്കുകയോ അല്ലെ 30,000 വചനം മൈക്ക് പിടിച്ച് പറയുകയോ അല്ല പ്രശ്നം. അത് ഓരോ വചനത്തിൻ്റെ ദൗത്യമുണ്ട്. അത് ജീവിതം കൊണ്ട് നിറവേറ്റാനാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ യേശു മിശിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മൾ കുറേ നാൾ വിശ്വാസം പരിശീലിച്ച് കഴിയുമ്പോൾ നമ്മൾ ഗൗരവതരമായ ഒരു ആത്മശോധന ചെയ്യണം. കാരണം വിശ്വാസത്തോടൊപ്പം നമ്മുടെ സ്നേഹത്തിൻ്റെ, ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ നിലവാരം, അതിൻ്റെ ഗ്രേഡ് എന്താണ്? കാര്യം പലരും ദൈവത്തെ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ അതിന് ആനുപാതികമായി ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ഒരു ആശങ്ക ഉളവാക്കുന്നുണ്ട്. കാരണം ദൈവത്തെ സ്നേഹിക്കുകയാണെങ്കിൽ വിശ്വാസത്തിൽ മാന്യം വരേണ്ട വിഷയമില്ല. നിനക്ക് വിശ്വാസത്തിൽ മാന്യം വരുന്നുണ്ടെങ്കിൽ എവിടെയോ സ്നേഹത്തിൻ്റെ കുറവുണ്ടെന്നാണ്. കാര്യം സ്നേഹമാണ് വിശ്വാസത്തെ ആക്ടിവേറ്റ് ചെയ്യിക്കേണ്ടത്. ഇപ്പം ഗലാത്യൻ ലേഖനത്തിൽ 5:6 സ്നേഹത്താൽ പ്രവർത്തന നിരതമായ വിശ്വാസമെന്നാണ് പരിശുദ്ധാത്മാവിൻ്റെ വെളിപാട്. ഞാൻ ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വളരെ ബോധപൂർവം ഐ പ്രേ ബിക്കോസ് ഐ ലവ് എന്ന ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ സാധാരണ പ്രാർത്ഥനയേക്കാൾ അതിന് പവർഫുള്ളായിരിക്കും. കാരണം ദൈവത്തോട് പറയണം, ദൈവമേ ഞാൻ പ്രാർത്ഥിക്കുന്നു കാരണം ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന്. ഇത് നമ്മളൊരു ഒരാഴ്ചയോളം ഇത് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ പ്രാർത്ഥനയൊക്കെ പെട്ടെന്ന് ചാടി, ഈ രാസവളം വിട്ട ചെടികൾ വളരണ പോലെ പെട്ടെന്ന് ചാടി വളരും. കാര്യം ഇതൊരു വളം തന്നെയാണ്. കാര്യം വിശ്വാസത്തിൻ്റെ ബേസ്മെൻറ്റ് എപ്പോഴും ദൈവസ്നേഹമാണ്. അത് ഇപ്പം തന്നെ പത്രോസിനോട് എല്ലാവരോടും ചോദിച്ചു, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്?
ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത് എന്ന് ഈശോ ചോദിച്ചില്ലേ? മത്തായിയുടെ ശ്ലീഹായുടെ സുവിശേഷത്തിലെ 16:16 അപ്പോൾ ഓരോരുത്തരും ഓരോ ഉത്തരങ്ങൾ പറഞ്ഞു. സ്നേഹമില്ലെങ്കിൽ പലരും പല ഉത്തരങ്ങൾ ഈശോയെക്കുറിച്ച് പറയും. പത്രോസ് ഉടനെ പറഞ്ഞു, എന്താ പറഞ്ഞത്? നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ദാറ്റ്സ് ഓക്കെ. പക്ഷേ അത് കേട്ടപ്പോൾ ഈശോ എന്നാ പറഞ്ഞത്? മാംസരക്തങ്ങളല്ല, മാനുഷികമായ ജ്ഞാനമല്ല നിനക്കിത് വെളിപ്പെടുത്തിയത്, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണെന്ന്. ഇപ്പം പത്രോസിനെ വെളിപ്പെടുത്തിയത് പിതാവ് മാത്രമല്ല. ഈ വചനം വെച്ച് ഈ 14 യോഹന്നാൻ 14:21 വെച്ച് മത്തായി 16:16 വ്യാഖ്യാനിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും, പത്രോസ് കർത്താവിൻ്റെ വാക്ക് അക്ഷരം പ്രതി പാലിച്ച ഒരാളാണ്. അങ്ങനെ പാലിച്ച് ദൈവത്തെ സ്നേഹിച്ച് പോയപ്പോൾ ആ ഈശോ, പിതാവും ഈശോയും കൂടിയാണ് പത്രോസിനോട് ഈശോ ആരാണെന്ന് വെളിപ്പെടുത്തിയത്. എൻ്റെ മക്കളെ, ഇതൊരു വളർച്ചയാണ്, ആധ്യാത്മിക വളർച്ച. ആധ്യാത്മിക വളർച്ചയ്ക്ക് വളം ദൈവസ്നേഹം തന്നെയാണ്. ദൈവസ്നേഹം എന്ന് പറയുമ്പോൾ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു, യേശുവേ സ്തോത്രം, അല്ല. ദൈവത്തിൻ്റെ വചനം ഇന്ന് മുതലെങ്കിലും കർത്താവേ ഒരു വചനമെങ്കിലും ഒരു ആഴ്ചയിൽ പ്രാവർത്തികമാക്കുവാൻ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കണം. ഇപ്പം ഞാനൊരു സഹോദരി ഞാനൊരു ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു കഞ്ഞിപ്പാടത്ത്, ആലപ്പുഴ. അപ്പോൾ രാത്രി ഒരു സഹോദരി ഒരു ആരാധന സമയത്ത് പെട്ടെന്ന് ഒരു മെസ്സേജ് ഉണ്ടായി, ചുണ്ടിലെ പാണ്ട് അസുഖം മാറണമെന്ന്. അപ്പം ഞാനത് അപ്പം തന്നെ ഈശോ തന്ന സന്ദേശം ഞാൻ കൈമാറി, സമൂഹത്തിന് കൈമാറി. ആ ധ്യാനം ഭംഗിയായിട്ട് കഴിഞ്ഞു. പിറ്റേ ദിവസം ഞാൻ അമ്പലപ്പുഴ പള്ളിയിൽ പോയിരിക്കുമ്പോൾ ഒരു ചെടുത്തി വന്നു, ഒരു മോളല്ല ഒരു സഹോദരി, അവർക്ക് 10-27 വയസ്സ് കാണാം. അച്ഛാ, ഇന്നലെ രാത്രി ആരാധനയ്ക്കില്ലേ അച്ഛൻ വിളിച്ച് പറഞ്ഞില്ലേ അച്ഛാ, ഞാനാ സുഖപ്പെട്ടത്. 27 കൊല്ലമായിട്ട് എനിക്ക് ചുണ്ടേപ്പാണ്ടായിരുന്നു, വെള്ളപ്പാണ്ട്. കർത്താവ് എടുത്ത് മരി. രാവിലെ രാത്രി തന്നെ വന്ന് കണ്ണാടി നോക്കിയപ്പോൾ പാണ്ട് കാണാനില്ല. അതുകൊണ്ട് ഓടി അച്ഛനെ കാണാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞു. ഞാനത് കാര്യം 27 വർഷമായിട്ട് ചുണ്ടേപ്പാണ്ടല്ല, ഈശോ ഒരു സെക്കൻഡോട് എടുത്ത് മാറ്റിയ. ഞാൻ അവളെ പ്രാർത്ഥിച്ച്, അവളെ ഇറങ്ങി നന്ദി പറഞ്ഞ് പോകാൻ നേരത്ത് പറഞ്ഞു, അച്ഛാ ഒരു കുഴപ്പമുണ്ട്. ഞാൻ പറഞ്ഞു, എന്നാ കുഴപ്പം? അതേ, ഞങ്ങളുടെ കുഴൽക്കിണർ ആരോടെ തല്ലിപ്പൊട്ടിച്ച്. ഞാൻ ആളെ കാണാൻ, ഞങ്ങളെ ആൾക്കാരെല്ലാം കൂടിയിട്ടുണ്ട്, ആൾക്കാരെ കാണാതിരിക്കുകയാണ്, കാണുമെങ്കിൽ പണിയായിരിക്കും അവനെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം നിങ്ങൾ എവിടെ വെള്ളം കുറഞ്ഞേ? അത് അപ്പുറത്തെ വീട്ടിൽ കുഴൽക്കിണറുണ്ട്, അവിടെ പോയി കോരുകയാണ്. അപ്പം ഞാൻ മോള് പറഞ്ഞു, മോളെ നീ അവരെ ശപിക്കാനും നിൽക്കണ്ട, വെള്ളം വരുമ്പോൾ വരട്ടെ, നീ അവിടെ പോയി കോരിക്കൊള്ളാൻ പറഞ്ഞു. എന്താ അറിയാവ, എൻ്റെ മനസ്സിൽ വന്ന് വാക്കേ, നിന്നോട് 1 മൈൽ പോകാൻ നിന്നോട് ആവശ്യപ്പെടുന്നതിൻ്റെ കൂടെ നീ 2 മൈൽ പോകണം. ഇപ്പോൾ എന്താ അതിൽ സംഭവിച്ചിരിക്കണത്? ഞാൻ പറഞ്ഞു, നിനക്കിപ്പോൾ ഒരു 50 ചുവട് കൂടി കഴിയുമ്പോഴാണ് അടുത്ത കുഴൽക്കിണറുള്ളത്. നീ നിൻ്റെ മനസ്സിനെ പഠിപ്പിക്കണം. എന്തിനാണ്? കർത്താവിൻ്റെ വചനം പാലിക്കാൻ. അതിൻ്റെ ഒരു ഫർലോകം അപ്പുറത്താണ് കുഴൽക്കിണറെന്ന് നീ വിചാരിച്ചോ? വെള്ളം കിട്ടാതെ വെള്ളം കിട്ടേണ്ടി വരത്തില്ലേ? നീ പോകേണ്ടി വരത്തില്ലേ? അപ്പോൾ കർത്താവെ, എൻ്റെ കുഴൽക്കിണർ ഇതുപോലെ ആൾക്കാരെ നശിപ്പിച്ചിരിക്കണം. എനിക്കിനി ഇപ്പോൾ അത് വെള്ളം കിട്ടണമെന്നുണ്ടെങ്കിൽ 50 ചുവട് കൂടി പോകണം. അപ്പോൾ 50 ചുവട് പോകണമല്ലാതെ നീ ഇങ്ങനെ പ്രാഗി പോകണതിനേക്കാൾ ഉപരി നീ 100 ചുവട് മനസ്സിൽ കാണണം. എന്താണ്? അത് കർത്താവിൻ്റെ വചനമാണ്. നിന്നോട് 1 മൈൽ പോകാൻ ആവശ്യപ്പെടുന്നതിന് കൂടെ നീ 2 മൈൽ പോകാൻ. അപ്പോൾ നിൻ്റെ മനസ്സിന് നീ 2 മൈൽ കണ്ടു കഴിഞ്ഞാൽ അത് കർത്താവിൻ്റെ വചനമായി. നിനക്ക് പാടാണ് പാലിക്കാൻ, പക്ഷേ എൻ്റെ നിത്യജീവനുണ്ട്. ദൈവജനെ ഇതുപോലെ ദുർഘടങ്ങളിൽ നിന്ന് നിത്യജീവൻ കണ്ടെത്താൻ കഴിയണം. ദൈവജനം പാടാണ്. ദൈവജനം ഈസി ആണെങ്കിൽ പിന്നെ ഈസിയെ കുറിച്ചൊക്കെ പറഞ്ഞ കാര്യമില്ലല്ലോ. വെറുതെ മനുഷ്യൻ്റെ പാപങ്ങൾ മോചിക്കട്ടെന്ന് പറഞ്ഞാൽ പോരെ. അപ്പോൾ ദൈവവചനം പാടാണ്. അത് പാടാക്കി വെച്ചിരിക്കുന്നത് എന്തിനാണ്? ബലം പ്രയോഗിക്കാനാണ്. നമ്മൾ 5:19 മത്തായിയിൽ എന്താ വായിക്കണത്? ഈ കൽപ്പന എത്ര ലഘുവായാലും ശരി അത് പാലിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവർ ദൈവരാജ്യത്തിൽ വലിയവനായിരിക്കുമെന്നാണ്. അതിനർത്ഥം എന്താണ്? വചനം പോലും ചെറുതുകൊണ്ട് വലുതുകൊണ്ടെന്ന് അതിനർത്ഥം. ഈ കൽപ്പന എന്ന് പറഞ്ഞിട്ട് എന്താണ്? ഈ വചനം. അപ്പം ചെറിയ വചനങ്ങളുണ്ട്, വലിയ വചനങ്ങളുണ്ട്. അപ്പോൾ വലിയ വചനങ്ങൾ നമ്മൾ പാലിക്കുകയാണെങ്കിലോ,
ചില ആൾക്കാർക്ക് വലിയ വചനങ്ങൾ പാലിക്കാനാണ് ചില സമയത്ത് ദൈവം വിളിക്കണത്. വലിയ വചനങ്ങൾ പാലിക്കാൻ. ഇപ്പം ചില ആളുടെ രോഗങ്ങളൊക്കെ 6 കൊല്ലം 10 കൊല്ലമൊക്കെ നിൽക്കുകയാണ്. ചില ആൾക്കാരെ പുറത്താക്കിയിരിക്കുകയാണ്. ചില മൂത്ത സഹോദരങ്ങളൊക്കെ കുടുംബത്തിൽ നിന്ന് പുറത്താക്കിയിട്ടില്ലേ? അവൻ്റെ കാശ് കൊണ്ട്, അവൻ്റെ ഭാര്യയുടെ കാശ് കൊണ്ടൊക്കെ അനിയന്മാരെയൊക്കെ പഠിപ്പിച്ച് വലിയ ആളാക്കി വെച്ചിട്ട് അമ്മമാർ വരെ അവരെ കൈ ഒഴിയും അവസാനം. കാര്യം എന്താണ്? മൂത്തവൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഏതെങ്കിലും വിഷയങ്ങളിൽ നീ പരാജയപ്പെട്ടെന്ന്, മറ്റോട് ചതിച്ചെന്ന്, വഞ്ചിച്ചെന്ന് വിചാരിച്ചാൽ അവിടെ നീ അവരെ കക്ഷി ചേർക്കുകയല്ലേ വേണ്ടത്. നീ ദൈവത്തെ കക്ഷി ചേർത്തുകൊണ്ട് നിൻ്റെ നിത്യത വരെയുള്ള ജീവിതം നീ ക്രമീകരിക്കാൻ ദൈവം നിന്നെ സഹായിക്കട്ടെ. നല്ലവനായ ഈശോയെ, ഈ നിമിഷങ്ങളിലെ അങ്ങ് നൽകിയ വചനത്തിൻ്റെ പൊരുൾ ഞങ്ങളുടെ ജീവിത യാഥാർത്ഥ്യങ്ങളുമായി കൂട്ടിവെച്ചുകൊണ്ട് നിൻ്റെ കാൽപ്പാടുകൾ ഞങ്ങൾക്കിടെ വഴികൾക്ക് മുമ്പേ കാണുവാൻ ഞങ്ങളെ പരിശീലിപ്പിക്കണമേ. യേശുവേ സ്തോത്രം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ. സ്തോത്രം. യേശുവേ ഞങ്ങളങ്ങ് ആരാധിച്ച് സ്തുതിക്കുന്നു കർത്താവേ, ആരാധിച്ച് വണങ്ങുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശ്വാസത്തോടുകൂടി ദൈവസ്നേഹത്തോടുകൂടി കരങ്ങളടിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിനെ വാഴ്ത്തിപ്പാടുകയാണ്. ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത്. കർത്താവ് വചനം അയച്ച ഹല്ലേലൂയ, ഹല്ലേലൂയ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും ഏറ്റെടുക്കെ വരട്ടെ എന്ന് പറഞ്ഞ ദൈവമേ, തൊഴിൽ മേഖലകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, തൊഴിൽ രഹിതരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, വരുമാന മാർഗങ്ങൾ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ ആരാധന. നല്ലവനായ ഈശോയെ, ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു ഈശോയെ. ഇതേ അഭിഷേകത്തോടു കൂടി ഞങ്ങളുടെ സാക്ഷ്യം കേൾക്കാൻ പോവുകയാണ്. എൻ്റെ പേര് ആലീസ്, എൻ്റെ ഭർത്താവിൻ്റെ പേര് ബാബു. ഞങ്ങൾ ആലപ്പുഴ പൂന്തോപ്പിൽ നിന്ന് വരുന്നു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 16 വർഷമായിട്ട് ഞങ്ങൾക്ക് കുട്ടികളില്ലായിരുന്നു. എൻ്റെ ഒരു കൂട്ടുകാരത്തി കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞു. ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇവിടെ നിന്ന് തേനും തിരിയും തന്ന് ഞങ്ങൾ 2 പേരും തേനും കഴിക്കുകയും തിരി കത്തിച്ച് കണ്ണുനീരോടെ ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. അത്ഭുതകരമെന്ന് പറയട്ടെ, പിറ്റേ മാസം ഞാൻ ഗർഭിണിയായി. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തന്ന് ഞങ്ങളൊരു തിരുക്കുടുംബമാക്കി ഈശോ അനുഗ്രഹിച്ചു. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. സഹോദരങ്ങളെ, നമ്മളിപ്പോൾ കേട്ട സാക്ഷിയാണ് ശരിക്കും ഒരു മിറക്കിളാണ്. ദൈവം നേരിട്ടിടപെട്ടാണ്. ബൈബിൾ കാലത്തെ പോലെ ആണ് ദൈവം ഇപ്പോഴും. കാര്യം ഇപ്പോഴും മനുഷ്യൻ്റെ വിശ്വാസം കാത്തിരിക്കാനുള്ള ക്ഷമ മനുഷ്യന് ഇക്കാലങ്ങളിലെ മനുഷ്യൻ്റെ മനസ്സിന് കുറവാണ്. അത് കാരണമാണ് മിറക്കിൾ കൂടുന്നതിൻ്റെ കാരണം. മനുഷ്യൻ സങ്കീർണമായി വരുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യനിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻസ് ദൈവം ഇന്നത്തെ കാലത്തിന് പറ്റുന്ന രീതിയിൽ ക്രമീകരിക്കുന്നുണ്ടെന്ന് ഓരോ ദിവസവും കേൾക്കുന്ന മിറക്കിൾ കേൾക്കുമ്പോൾ എൻ്റെ മനസ്സങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് ഞാൻ നിങ്ങളോടിപ്പോൾ പങ്കുവെച്ചതേ ഉള്ളൂ. പക്ഷേ വലിയ കാര്യമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇവർക്ക് കുട്ടികൾ ഉണ്ടാവുന്ന ആ സ്വപ്നം വരെ അതിൻ്റെ വേറെ അറുത്ത് പോയിരിക്കണ ഒരവസ്ഥയാണ്. ഇല്ലായ്മ, ശരിക്കും ഇല്ലായ്മയിൽ നിന്നാണ് ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് വിശ്വാസത്തെക്കുറിച്ചാണ്. ആ വിശ്വാസം തന്നെയാണ് ഉടമ്പടിയിലൂടെ പ്രവർത്തിച്ച് ആ ഇല്ലായ്മയിൽ നിന്നുള്ള കുഞ്ഞിനെ. അപ്പോൾ ഈശോ ഈ വിഷയത്തിൽ ഈശോ പറയും, ഈ കല്ലിൽ നിന്ന് ഞാൻ എബ്രഹാം സന്തതി ജനിപ്പിക്കുമെന്ന് പറയത്തില്ലേ, മത്തായി 3:9. അപ്പോൾ ചില ആൾക്കാർ എന്നോട് കൗണ്ട് ചില ഒന്നിച്ച് പറഞ്ഞാൽ അച്ഛാ കൗണ്ട് കുറവാണ് എന്നിട്ട് ചിലർ പറയും അണ്ടം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. ഞാൻ ചോദിക്കും യൂട്രസ് ഉണ്ടോ എന്ന് ചോദിക്കും. എന്താ കാര്യം? ആ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടെങ്കിൽ ബാക്കിയൊന്നും വിഷയമല്ല. ബാക്കി ദൈവം നേരിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് നമ്മൾ ഇതുപോലുള്ള സംഭവമല്ല, ഇതുപോലുള്ള എപ്പോഴും ഇങ്ങനെ കൃപാസനത്തിൽ കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഈ സാക്ഷ്യം കേട്ടപ്പോൾ മക്കളില്ലാത്ത അനേകം മക്കൾ വേദനിക്കുന്നുണ്ട്. ഇപ്പോഴും ലക്ഷങ്ങളുടെ ചികിത്സ ചെയ്തിട്ടും എത്തിപ്പെടാതെ മനസ്സ് ദ്രവിച്ച് പോകുന്നുണ്ട്. ഒരു കുഞ്ഞില്ലെങ്കിൽ ചത്ത് കളയാവുന്നുള്ള വേദനയിൽ മനോവിനെ കഴിയുന്നവരുണ്ട്. അവർക്കെല്ലാം ആശ്വാസം കിട്ടാൻ അനേകം മക്കൾക്കിതുപോലെ
ആശ്വാസം ലഭിക്കാനാണ് നമ്മൾ സാക്ഷ്യം കേട്ടതിന് ശേഷം നേരിട്ട് ആരാധനയ്ക്ക് പോവുകയാണ്. ആരാധനയിൽ ദിവനാഥം വരുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം, പ്രത്യേകിച്ച് മക്കളില്ലാത്തവർ പ്രാർത്ഥിക്കണം. അവരെ ഈ സമയം ദൈവം അനുഗ്രഹിക്കും. അതുപോലെ തന്നെ വിവാഹം ഒത്തുവരാത്തവർ, വിവാഹത്തിൻ്റെ ഭൗതിക സാഹചര്യങ്ങളില്ലാത്തവർ, വിവാഹം തകർന്നു പോയവർ, സെപ്പറേറ്റായി പോയവർ, മക്കൾ ജനിക്കുന്നതിന് പകരം ഭാര്യയും ഭർത്താവും അകന്ന് താമസിക്കുന്നവർ, വനിതാ കമ്മീഷനും കുടുംബ കോടതിയിലുമൊക്കെ ക്രിസ്തീയ ജീവിതം ഉൾപ്പെടെ പല മനുഷ്യരുടെയും ജീവിതം അങ്ങ് വിഭജിച്ച് പോയിരിക്കുകയാണ്. തകർന്നുപോയ കുടുംബങ്ങൾ, അടുത്ത കേസിന് എന്ത് പറയണമെന്നറിയാൻ പാടില്ലാതെ ജയിക്കാൻ വേണ്ടിയുള്ള ഓരോ നിലപാടുകളും തോക്കുകയും എല്ലാ ജയങ്ങളും തോൽവിയായിട്ട് തിരിച്ചറിയുകയും ചെയ്യുമ്പോൾ ജീവിതം കൈവിട്ടു പോകുന്നവർ, കർത്താവെ അവരെല്ലാവരെയും ഞങ്ങൾ ആരാധന സമർപ്പിക്കുന്നു. എല്ലാവരെയും കൊണ്ടുവരുന്നു. തകർന്ന കുടുംബങ്ങളെ പ്രത്യേകിച്ച് കൊണ്ടുവരുന്നു. മക്കളില്ലാത്തവരെ അവരെല്ലാം ആശീർവദിക്കുവാൻ ഓ ദിവ്യകാരുണ്യമേ നീ കടന്നു വരണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആരാധന 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 എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. ആരാധന 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 യേശുവേ ആരാധന. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവായ ദൈവമേ ഞങ്ങളൊക്കെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, മധ്യയായ എലിസബത്തിന് സന്താന ഭാഗ്യം കൊടുത്ത ദൈവമേ ഞങ്ങളങ്ങേ ആരാധിച്ച് സ്തുതിക്കുന്ന കർത്താവേ, കർത്താവായ ദൈവമേ 90 വയസ്സായ സാറായിക്ക് സന്താന ഭാഗ്യം കൊടുത്ത ദൈവമേ, സന്താനരഹിതരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തകർന്നുപോയ കുടുംബ ബന്ധങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വേർപെട്ട് ജീവിക്കുന്ന കുടുംബ ബന്ധങ്ങള് കർത്താവേ, ഡൈവോഴ്സ് ആയിക്കുന്ന കുടുംബങ്ങള് കർത്താവേ, കോടതി കേസുകളുമായി കഴിയുന്ന കുടുംബങ്ങള് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവിടുത്തെ ശക്തി ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ബന്ധനങ്ങൾ അഴിക്കുന്നവനെ, കെട്ടുകൾ പൊട്ടിക്കുന്നവനെ, അങ്ങയുടെ തിരുനാമത്തെ ഞങ്ങൾ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവേ തീരാവ്യാധികൾ രോഗങ്ങളായി ആശുപത്രിക്ക് സമർപ്പിക്കുന്ന ഹല്ലേലൂയ കർത്താവേ, മനസ്സ് ഇടിഞ്ഞു പോയ മക്കളുണ്ട് ഈശോയെ. മനസ്സ് പല കാലങ്ങളായിട്ട് പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാതെ അവസാനം ആ പ്രാർത്ഥനയുടെ വിഷയം തന്നെ മറന്നു പോയവരും വിധിക്ക് കീഴ്പ്പെട്ടതുപോലെ കർത്താവേ, മനുഷ്യന്മാരെ ദൈവത്തിൽ നിന്ന് അകന്നു പോയവരുണ്ട് ഈശോയെ. കുഞ്ഞുങ്ങളില്ലാത്തവരാണ്, വിവാഹം താമസിക്കുന്നവര്, സാമ്പത്തിക കടം മാറാത്തവര്, ജോലി ലഭിക്കുക എത്രയോ പേരാണ് ഈശോയെ. പല വിഷയങ്ങൾ കാരണം അവരുടെ എല്ലാ ഉദ്യമങ്ങളും
സപ്തനാടുകളും തളർന്നതുപോലെ എല്ലാ ഉദ്യമങ്ങളും അവസാനിപ്പിച്ച് കർത്താവെ പിൻവലിഞ്ഞു പോയവരെ ഉണ്ട്. പക്ഷേ കർത്താവ് കല്ലിൽ നിന്ന് എബ്രഹാത്തിന്റെ സന്തതികൾ ജനിപ്പിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് പറഞ്ഞ കർത്താവെ പ്രതീക്ഷകളെല്ലാം കല്ലും കരിങ്കല്ലുമായി മാറുകയും കർത്താവെ നീ കടന്നു വരുമ്പോൾ 38 വർഷമായി കർത്താവ് രോഗബാധിതയായിരുന്നവന് കർത്താവ് നിന്റെ സാന്നിധ്യത്തിൽ സൗഖ്യം പ്രാപിച്ചതുപോലെ അനേകം വർഷങ്ങളെ കർത്താവെ രോഗപീഡിതര് ജീവിത ദുരിതങ്ങളിലും തടസ്സങ്ങളിൽ അകപ്പെട്ട് കഴിയുന്നവര് വിശ്വാസം പോലും പോയിരിക്കുന്ന ഒരു കർത്താവെ ഇപ്പോഴവർക്കെല്ലാം വേണ്ടി ഞങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഓരോ ഭവനങ്ങളിൽ കർത്താവെ അങ്ങനെ മക്കളും മുട്ടുനിന്ന് കണ്ട് കർത്താവെ വിശ്വാസ തകർച്ചയ്ക്ക് വേണ്ടി വിശ്വാസ തകർച്ചയിൽ അമർന്നു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ദൈവമേ. ഈ ആരാധനയിൽ കർത്താവെ കഴിയുന്ന ബ്രഹത്തെ സന്ധി ജനിപ്പിച്ച ദൈവത്തിന്റെ ശക്തി ശിഷ്ടശക്തി കർത്താവെ ഇല്ലായ്മ ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയ ദൈവത്തിന്റെ കൃപ കർത്താവെ മക്കളിലേക്ക് ആവശ്യിക്കണം പ്രാർത്ഥിക്കുന്ന യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപ മാരക രോഗങ്ങള് വ്യാധികള് ദുരിതങ്ങള് മക്കളില്ലാത്തവര് ജോലി ലഭിക്കാത്തവര് താമസിക്കുന്നവര് ക്രിസ്തുവിന്റെ നാമത്തില് സംബന്ധമായ വിദ്യാഭ്യാസ സംബന്ധമായ സാങ്കേതിക കുരുക്കുകള് സാങ്കേതിക തടസ്സങ്ങള് ക്രിസ്തുവിന്റെ നാമത്തില് യേശുവേ ആരാധന ദൈവമേ ആരാധന ഹല്ലേലൂയ 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 ദൈവമേ ആരാധന. ഇവിടെ അതേ ചൈതന്യത്തോടെ നമുക്ക് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നല്ലൊരാഴ്ച അങ്ങയുടെ മക്കളെ ഇപ്പോഴങ്ങ് ആശീർവദിക്കുമ്പോൾ കർത്താവെ തറവായ രോഗിയുടെ നേരെ തിരിഞ്ഞ നീണ്ടുവന്ന അങ്ങയുടെ കൈ സൂക്ഷിച്ചു പോയ മകൻ്റെ ജീർണിച്ച കൈകളിലേക്ക് കർത്താവെ കുറുകിപ്പോയ കൈകളിലേക്ക് നീണ്ടുവന്ന നിന്റെ കരുണയുടെ കൈകൾ ഈ നിത്യാരാധനയിലെ ആരാധന ആശീർവാദ നിമിഷങ്ങൾ കർത്താവെ അനേക രാജ്യങ്ങളിലേക്ക് കർത്താവെ അനേകം നാടുകളിലേക്ക് കർത്താവെ അനേകം വീടുകളിൽ കർത്താവെ വേദനയോടെ പ്രതീക്ഷ നഷ്ടപ്പെട്ട് കഴിയുന്ന ഓരോ മരവിച്ച മക്കളിലേക്ക് കർത്താവെ നിന്റെ അനുഗ്രഹത്തിന്റെ ആണിപ്പഴുതാറുന്ന അത്ഭുതകരങ്ങൾ കർത്താവെ നീ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്ന സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. വഴി സത്യവും ജീവനുമായ ദൈവത്തിനെ ആശീർവദിക്കുകയാണ്. ജീവനും പുനരുദ്ധാനമായ ദൈവത്തിനെ ആശീർവദിക്കുകയാണ്. ഇപ്പോൾ നീ ചോദിക്കുന്നത് എന്തും ദൈവം നിനക്ക് തരും. ഇപ്പോൾ നീ ദൈവത്തിന് സന്നിധിയിൽ യാചിക്കുന്നതെന്നും പ്രാർത്ഥിക്കുന്നതെന്നും ദൈവം നിനക്ക് തരും. വിശ്വാസത്തോടെ മനമുയർത്തി സ്വരമുയർത്തി വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കട്ടെ. സുഭാഷ 10:18 പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ സുരക്ഷിതരാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുന്ന മക്കളുടെ മേൽ ഇപ്പോൾ കൃപ ചൊരിയുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ശിരസ്സ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥന ഏവരെയും ആശീർവദിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥന നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക്